Hi, my tunes. Welcome to Virgo Official. It's me, Ammosu. ഞാനൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അത് സാധാരണ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തായാലും ഇരുന്നിട്ടില്ല, ഞാൻ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ, നമ്മളെ നാച്ചുറലിന്റെ ഭംഗിയിലൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അതായത് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്, അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് പേരുണ്ട് ആ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട്, ആ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഒന്നും അറിയാണ്ടൊക്കെ ഇതിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യും. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് നല്ലോണം വളരണമെങ്കിൽ ഞാനിപ്പം 3 month ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നല്ല പറയുന്നത്, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള വീഡിയോ കാണിക്കുന്നത്. വെറുതെ നിങ്ങൾ അതും ഇതും വാരി തീർച്ചിട്ട് ഹെയർ ഗ്രോത്ത് ഇല്ല, ഹെയർ വളർന്നില്ല വെറുതെ കമൻറ്റ് ചെയ്യുക, അതൊന്നും വേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് ഒരു 3 months കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം കിട്ടുന്ന തരത്തിലുള്ള ഒരു ചലഞ്ചിന്റെ ടിപ്സ് ആണ്, ഒരു 5 ടിപ്സ് ആട്ടോ ഞാൻ പറയുന്നത്. മസ്റ്റ് ആയിട്ട് എന്താണ് ട്രൈ ചെയ്തേക്കുക. ലെറ്റ്സ് ഗെറ്റ് വീഡിയോ സ്റ്റാർട്ടഡ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഫസ്റ്റ് ടിപ്സ് ആട്ടോ. അതായത് നിങ്ങളെ ഹെയറിനെ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കി എഴുതി വെക്കുക. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മളെന്താ ഇന്ന ഒരു സൊല്യൂഷന് വേണ്ടി കണ്ടെത്തും, അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ കേട്ടോ നമ്മളെ ഹെയർ, അതായത് പല ആളുകൾ പലതരത്തിലുള്ള ടിപ്സും ട്രിക്സും ഹാക്സും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം ഫോളോ ചെയ്യണ്ട, അങ്ങനെയല്ല പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാനുള്ളത് താരനുള്ള ഹെയർ ആണ്. അതിന് താരനുള്ള ഹെയറിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു എണ്ണയൊക്കെ തേച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എണ്ണ തേക്കുമ്പോൾ ആ താരം ഇങ്ങനെ പറ്റി പിടിക്കത്തില്ല, അത് പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഹെയറിന് എന്താണോ ആവശ്യം അതനുസരിച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനനുസരിച്ച് ഒരു റുട്ടീൻ ഉണ്ടാക്കുക ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് പാക്ക്, എനിക്ക് ഹെയർ നല്ല ഗ്രോത്ത് ആവണം, അതിനുള്ള പാക്ക് നോക്കാം. നമ്മൾ യൂട്യൂബിലൊക്കെ എല്ലാം നോക്കിയിട്ട് നമ്മളിത് ചെയ്യുന്നത്, അത് ചെയ്യാം. ഇപ്പൊ താരം പോകുന്ന ചെയ്യാം, അതിനനുസരിച്ചുള്ള പാക്കോ ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ നിങ്ങളെ ഹെയറിനെ മനസ്സിലാക്കി വിലയിരുത്തി വേണം നിങ്ങൾ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക, അതായത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക, ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒരു തരത്തിലും ഓരോരുത്തർ പറയുന്ന ഒരു ടിപ്സും നിങ്ങൾക്ക് വർക്കാവാത്ത കാരണം ഇതായിരിക്കാം. അതായത് നമ്മളിപ്പം ഡ്രൈ ഫ്രീസി ഹെയർ ഉണ്ടാവും, അതായത് അവരതിനനുസരിച്ച് ചെയ്യണം. അല്ലാണ്ട് അവർ ഓയിലി ഹെയറിൻ്റെ ആ ടൈപ്പിനുള്ള മാസ്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചോ, ഫസ്റ്റ് ടിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സാണ്. നിങ്ങളുടെ ഹെയറിനെ അറിഞ്ഞു മാത്രം ട്രീറ്റ് ചെയ്യാം. സെക്കൻഡ് ടിപ്സ്, ഹെയർ വാഷിംഗ്. എല്ലാവരെയും ഒരു ഭയങ്കര ഒരു സംശയം, വീക്കിലി എത്ര തവണ, മന്ത്ലി എത്ര തവണ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിട്ടുള്ള ഒരു സാധനമാണ് ഹെയർ വാഷിംഗ്. നമ്മൾ പല ആൾക്കാർ പല തരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരും. അതായത് നിങ്ങൾ വീക്കിലി ഒരു തവണ ചെയ്താൽ മതി, അല്ലെങ്കിൽ മന്ത്ലി ഇത്ര തവണ, മന്ത്ലി ആയിട്ടില്ല. ഒരു മിനിറ്റ്, അതൊന്നും ഡിലീറ്റ് അടക്കടക്ക് റിമൈൻഡ് എടുക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് അഡ്വൈസ് തരും. പക്ഷേ എൻ്റെ ഹെയർ ഡ്രൈ ഫ്രീസി ഹെയർ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ദിവസം ആഴ്ചയിൽ 3 തവണയൊക്കെ വാഷ് ചെയ്ത് തുടങ്ങി, 2 തവണയൊക്കെ വാഷ് ചെയ്ത് തുടങ്ങി. പക്ഷെ എനിക്ക് സംഭവിച്ചത് ഹെയർ പൊട്ടിപ്പോട്ടോ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കി, നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് ഫുൾ ഹെയർ വാഷ് ചെയ്യൂലേ, ഇപ്പൊ ഒരു കുറച്ച് 2-2.5 വർഷത്തോളായിട്ട് ഈ ഒരു ഹെയർ വാഷ് ചെയ്യുന്ന ഒരു കുറച്ച് പ്രശ്നമായിട്ട്. അതായത് നിങ്ങൾ ഡെയിലി വാഷ് ചെയ്താൽ, ഞാൻ ഒരിക്കലും പറയാം, ഡെയിലി ഒന്ന് ജസ്റ്റ് ഒരു ഹെയർ ഓയിലൊക്കെ ആയിട്ട് വാഷ് ചെയ്താൽ നിങ്ങളുടെ ഹെയർ ഒന്നും ആവത്തില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും പറയും 2 weeks കൂടുമ്പോൾ ഒക്കെ വാഷ് ചെയ്താൽ, 2 weeks കൂടുമ്പോൾ ഒക്കെ വാഷ് ചെയ്താലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒറ്റൊരു കാര്യം, താരൻ മസ്റ്റായിട്ട് താരൻ വരും, മുടി നല്ലോണം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ സാധിച്ചിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. അല്ലാതെ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് വീക്കിലി 1 തവണയൊക്കെ വാഷ് ചെയ്താൽ ഹെയർ നല്ലോണം പൊട്ടും, താരം. ഇപ്പൊ ചൂട് കാലത്ത് തന്നെ നിങ്ങൾ 1 തവണ വീക്കിലി ഹെയർ വാഷ് ചെയ്തോ, അല്ല വീക്കിലി 2 തവണ വാഷ് ചെയ്യുക, ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് താരങ്ങളുടെ ഇഷ്യൂ വരും. എന്തായാലും ഉള്ള മുടി ഭയങ്കര ഓയിലി ഹെയർ ആണെങ്കിൽ ഒന്നും സംഭവിക്കുന്നറിയില്ല.
പക്ഷേ ഒരു ഡ്രൈ ഫ്രീസി മേബി ഹെയർ ഓഫ് ആണെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് മസ്റ്റായിട്ടും ഹെയർ വാഷ് ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. അതായത് ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. ആദ്യം ഒരു വീക്കിൽ 2 തവണ കുളിച്ചു നോക്കുക, എന്ത് സംഭവിച്ചു ഹെയർ. വീക്കിൽ 3 തവണ കുളിച്ചു നോക്കുക. വീക്കിൽ ഫുൾ ടൈം എന്തൊക്കെ ചെയ്താൽ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഹെയർ വാഷ് റൊട്ടീൻ തിരഞ്ഞെടുക്കുക ചെയ്യേണ്ടത്. ടിപ്സാണ് ഹെയർ മെഡിസിൻ. അതായത് ഹെയർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലായിട്ടൊന്നും വിചാരിക്കണ്ട. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു, അതായത് ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫുഡ് നല്ല ധാരാളമായിട്ട് നട്ട്സ് കഴിക്കാം, സീഡ് കഴിക്കാം, നല്ലോണം വെള്ളം കുടിക്കും. വെള്ളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലോണം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, പച്ചക്കറി കഴിക്കുക, പഴങ്ങൾ കഴിക്കുക. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നല്ല നല്ല ഫുഡുകൾ, അതായത് പയർവർഗ്ഗങ്ങളില്ലേ, അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ എത്ര തലയിൽ എന്ത് തേച്ചിട്ടും കാര്യമില്ല. അതായത് നിങ്ങൾക്ക് ഫുഡിൻ്റെ, അതായത് നമ്മുടെ ആ മെഡിസിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യവും ചെയ്തിട്ട് ഹെയറിന് ഇങ്ങനെ മേലെ ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതായത് ഉള്ളിൽ ധാരാളമായിട്ട് ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ എത്ര ചലഞ്ച് എടുത്താലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. 4th ടിപ്സ് ആണ്, അതായത് കൺസിസ്റ്റൻസി. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോൾ 1 മന്ത് ഗ്രോത്ത് ചലഞ്ച് ആണ്. 1 മന്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരാഴ്ച ചെയ്തിട്ട് എനിക്ക് ഹെയർ വളർന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് നിങ്ങൾ ഹെയർ വളർത്തുന്നാലും ഇപ്പോൾ ഒരു മാസം, ചില ആൾ നിങ്ങൾ പറയാൻ പറ്റില്ലേ ഒരു ദിവസം കൊണ്ട് 1 ഇഞ്ച് വളരും. ഒരു തരത്തിൽ എനിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല. അതായത് ഒരു ദിവസം എടുത്താലും ഒരാഴ്ച എടുത്താലും 1 മാസം എടുത്താലും നമ്മൾ ഹെയർ പെട്ടെന്നൊന്നും ഒരുപാട് പനങ്കൊല പോലെയൊന്നും ഗ്രോ ആവില്ല. അതൊക്കെ വെറും തെറ്റായ ഒരു ധാരണയാണ്, തെറ്റായ ഒരു ടിപ്സാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ലോങ് ടൈം എടുക്കേണ്ടവർ, അതായത് 1 മന്ത് എടുക്കേണ്ടവർ ചെറിയ ഇഞ്ചൊക്കെ വളർന്ന് വരാം. അതായത് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 3 മന്ത് 4 മന്ത് അല്ലെങ്കിൽ 1 ഇയർ 2 ഇയർ ഇതൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുക. അതുകൊണ്ട് എനിക്ക് 1 മാസം കൊണ്ട് ഹെയർ വളർന്നില്ല, ഞാൻ ഇത് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് അതാണ്, ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും കുറേ ടൈം എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യുക, ടൈം കൊടുക്കും. അതായത് വളരാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കും കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th ടിപ്സ് ആണ്, അതായത് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കട്ടിങ്. നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ പരമാവധി ഹെയർ ടൂൾസ് ഉപയോഗിക്കാണ്ടിരിക്കുക. അതായത് സ്ട്രൈറ്റനർ, കേളർ, ഇങ്ങനത്തെ മിഷൻസും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പരമാവധി യൂസ് കുറച്ചാൽ തന്നെ നമുക്ക് ഹെയർ ഡാമേജ് ആണ്ട് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ വളർത്താനാണ്. അല്ലാതെ നമ്മൾ ചലഞ്ചൊക്കെ ഏറ്റെടുത്ത് നല്ലോണം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്താ ഫങ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഹെയർ ഇങ്ങനെ എന്താ സ്ട്രൈറ്റൻ ചെയ്യുക, കേൾ ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്ത് ഹെയർ പിന്നെ ഡാമേജ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഒരു ഫലം കിട്ടില്ല. അതായത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്ന സമയത്തും ഹെയർ വളർത്താൻ നിൽക്കുന്നവരാണെങ്കിലും നല്ലോണം തീരെ ഹെയർ ഇല്ലാത്തവരാണെങ്കിലും ദയവ് ചെയ്ത് ഹെയർ ടൂൾസും, അതായത് ഇലക്ട്രിക് ആയിട്ടുള്ള കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് സ്പിറ്റ്നെസ് എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാണ്ടിരിക്കുക. അങ്ങനെ എടുക്കാണ്ടിരിക്കല്ല, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പരമാവധി എല്ലാം കുറയ്ക്കുക. ഈ ഒരു ടൈമിൽ നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക വേണ്ടത്. അപ്പം നിങ്ങളെ എൻ്റെ ഈ 5 ടിപ്സും എന്തായാലും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഹെയർ ഗ്രോത്ത് 3 മന്ത് ചലഞ്ച് എടുക്കുകയാണ്. എന്തായാലും ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രം ചലഞ്ചിന് തയ്യാറാവുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നാളെ തുടങ്ങണമെന്നല്ല പറയുന്നത്. നിങ്ങളെ മൈൻഡ് എപ്പോഴാണോ റെഡിയാകുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ഹെയർ വളർത്താൻ തോന്നുന്നത്, ആ സമയത്ത് ഈ ഒരു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റുള്ളവരായിട്ട് ഈ ഒരു ചാനലൊന്ന് പറയാം കേട്ടോ.